ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമുക്കെങ്ങനെയാണ് കൽമാസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മട്ട റൈസില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എന്താണ്, പൊന്നിയാണോ കുറുവയാണോ ഏത് റൈസാണോ അത് ഒരു 5-6 മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 5-6 മണിക്കൂർ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സൈഡിലേക്ക് അരി മാറ്റിയില്ലേ, ആ അരിനേക്കാൾ കുറച്ച് കുറവ് എന്ന കണക്കാണ് വേണ്ടത്. അതിനാണ് നമ്മൾ 2 സൈഡ് പാർട്ടീഷനായിട്ട് ചെയ്യുന്നത്. അരിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവ്. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും നമ്മൾ തേങ്ങയും പെരിഞ്ജീരകവും അരിയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി ബാക്കി പോർഷനും കൂടി ഞാനിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഈ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് നമ്മൾ ദോശയൊക്കെ കരക്കുന്ന പോലെ അത്രയും സ്മൂത്തായിട്ട് അരക്കണ്ട, കുറച്ച് തരിതരിപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. അതിന് അതിലേക്ക് എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ മാവ് ഒന്ന് ടൈറ്റ് ആവുന്നത് അത്രയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമുക്കിങ്ങനെ ഇനിയിപ്പം ഒരു ബോളൊക്കെ ആക്കാൻ പറ്റുന്ന അത്രയും ടൈറ്റിൽ നമുക്കൊന്ന് ഇതിനെ അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കാം. ഓക്കെ, അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 ഉള്ളിയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ്. ഇനി നമുക്കാദ്യം ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഉള്ളി വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി കേട്ടോ പച്ചമുളകിൻ്റെ കാര്യം. ഇനി അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നമ്മൾ കറിയും ബിരിയാണിയും ഉണ്ടാക്കുന്ന പോലെ അത്രയും വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ലോ ഫ്ലെയിം ആക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യണ്ട, ഓൾറെഡി ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നതാണ്. ഇനി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാവും. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മല്ലിച്ചപ്പും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്കിതിനൊന്ന് ബോളാക്കിയെടുക്കാം ആദ്യം. ഇനി നമ്മളിത് ഉന്നക്കായുടെ ഷേപ്പിലാണ് കൽമാസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങനെ അതിനെ ബോളാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉന്നക്കായുടെ ഷേപ്പ് ഒക്കെ ആക്കുന്ന പോലെ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ആക്കിയെടുക്കാം.
അപ്പം ഞാനത് എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് നമ്മളുടെ കല്ലുമ്മക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഇത് ചിക്കൻ്റെ ഫില്ലിങ്സ് ചെയ്തിട്ട് നമ്മൾ കല്ലുമ്മക്കായുടെ ആ മാവിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, നമ്മൾ സാധാരണ ഫിഷും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമ്മളുടെ അത്രയും കൽമാസ് ഫ്രൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയിൽ വേണ്ടുന്ന അത്രയും ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച കൽമാസ് ഇട്ട് കൊടുക്കാം. ഇനി കൽമാസിൻ്റെ എല്ലാ ഭാഗത്തും ആ മാരിനേഷൻ ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനിടാം. ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പുറത്തുള്ള കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. കാരണം ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്തതാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും തിരിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയും അതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ എല്ലാ കൽമാസും ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൽമാസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ വന്നിട്ട് പറയട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.